KPCC പുനഃസംഘടന ഒക്കെ എല്ലാവർക്കും അറിയുന്നതുപോലെ AICC ആണ് തീരുമാനിക്കേണ്ടത്. KPCC പ്രസിഡന്റ് മന്ത്രിയാണെങ്കിലും അദ്ദേഹം KPCCയുടെ ദൈനംദിന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. KPCC ഭാരവാഹികളും വളരെ സജീവമായിട്ടുണ്ട്. പക്ഷേ KPCC ഇനി പുനഃസംഘടിപ്പിക്കുക, അതെങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കും. അത് എപ്പോൾ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ഹൈക്കമാൻഡാണ്. അല്ല, എക്കാലത്തും കോൺഗ്രസിന്റെ പുനഃസംഘടനകൾ വരുമ്പോൾ അത് ഏത് പുനഃസംഘടനയാണെങ്കിലും അത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് വരും. മാനദണ്ഡങ്ങൾ വേണോ മാനദണ്ഡങ്ങൾ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അപ്പോൾ മുമ്പ് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും വരുമ്പോൾ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു പുനഃസംഘടന, അത് മന്ത്രിസഭാ പുനഃസംഘടനയാണെങ്കിലും പാർട്ടി പുനഃസംഘടനയാണെങ്കിലും മാധ്യമങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്കത് പറയാം, അത് ആഗ്രഹിക്കാം. പക്ഷേ എന്ത് മാനദണ്ഡം വേണം എന്ത് മാനദണ്ഡം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് AICC ആണ്. അത് AICCക്ക് വിടുക എന്നുള്ളതാണ്. AICC അത് ആലോചിച്ച് തീരുമാനിക്കും ആര് വേണം ആര് വേണ്ട എന്നുള്ളത്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് അകത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാത്രമല്ല, നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പാർട്ടിക്ക് അകത്തുള്ള ചെറിയ ബോഡിയല്ല, പാർട്ടി തന്നെ തീരുമാനിച്ചാണ് എടുക്കുക. APCCയുടെ യോഗം വിളിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം വിളിക്കാം. അത്തരം യോഗങ്ങൾ വിളിച്ച് ചേർത്താണ് അത്തരം തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ എടുക്കുക. അതിനകത്ത് വേറെ മറ്റ് നടപടിക്രമങ്ങളില്ല. പാർട്ടിയാണ്, പാർട്ടിയിലെ 4-5 ആളുകൾ കൂടിയിട്ടല്ല. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയകാര്യ സമിതി കൂടി ചർച്ച നടത്തി അത് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയോ പാർട്ടി PCCയോ 4-5 പേരുടെ കമ്മിറ്റി വെച്ച് അവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അതുകൂടി ചർച്ച ചെയ്ത് എടുത്ത കീഴ്വഴക്കങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. നയപരമായ കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നണി ആയതുകൊണ്ട് UDFും ആ കാര്യം ചർച്ച ചെയ്യും.